ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. ബാംഗ്ലൂരിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഈ കാണുന്ന ബന്നാർഘട്ട നാഷണൽ പാർക്കിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബന്നാർഘട്ട ഫോറസ്റ്റിന്റെ പരിധിയിൽ വരുന്ന അതിമനോഹര ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വഴിയിൽ കാണേണ്ട എല്ലാ സ്ഥലങ്ങളുടെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത്തരം വീഡിയോൻ്റെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാനായിട്ട് എൻ്റെ പേജിലുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അതിമനോഹര ക്ഷേത്രം എന്ന് പറയാം. ഒറ്റ കാഴ്ചയിൽ പോകുന്ന വഴി അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കയറിയത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ എടുത്തു പറയേണ്ടത് തന്നെയാട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇവർ നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഈ വഴിയിൽ പോകുമ്പോൾ അതിമനോഹരമായ വഴികളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ബന്നാർഘട്ട നാഷണൽ പാർക്ക്, അതിൻ്റെ അപ്പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകാനാണ് ഞങ്ങൾ ഈ വഴി പോയത്. പക്ഷെ നല്ല മനോഹരമായ ഒരു ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. നല്ല മനോഹരമായ റൂട്ടിൽ കൂടെയാണ് ഇവിടെ എത്തിച്ചേരുക. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം കണ്ടത്. ഇപ്പോൾ വീക്കെൻഡ് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ചെറിയൊരു തിരക്കുണ്ടാവും, എന്നാലും ഈസി ആയിട്ട് എത്തിപ്പറ്റാവുന്ന ക്ഷേത്രമാണ്. ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ ഇവിടേക്ക്. ഇപ്പോൾ തീർച്ചയായിട്ടും വരാം. റൈറ്റ് സൈഡിൽ തന്നെയുള്ള ഒരു ഭോജനശാലയുണ്ട് ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ് ഈ കാണുന്ന അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണുള്ളത്. ഡിന്നറൊക്കെ കിട്ടുന്ന. അപ്പോൾ ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലുള്ള അവിടെ തന്നെ ഈ കാണുന്ന റൈറ്റ് സൈഡ് ഭാഗത്ത് ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഒരു കൂപ്പൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. നല്ല മനോഹരമായിട്ടുള്ള ഫുഡാണ്, വെജ് ഫുഡാണ്. റൈസ്, റൊട്ടി, സാമ്പാർ, സ്വീറ്റ്സ് ഒക്കെ അടങ്ങുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ അത് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായ ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ സ്റ്റൈലിലുള്ള, നമ്മൾ എവിടെ ചെന്നാലും അവിടുത്തെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ഫുഡ് തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന നല്ല തിളക്കമുള്ളൊരു സ്വർണ്ണ തിളക്കമുള്ളൊരു ക്ഷേത്രം എന്ന് പറയാം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് ഗണേശമൂർത്തിയാണ്. ഈ ഗണേശമൂർത്തിയുടെ അവിടെ ഒരു ബോക്സ് ഉണ്ട്. അതിൽ വിഷ്, അതായത് ആഗ്രഹങ്ങൾ എഴുതിയിട്ടാൽ അത് മൂർത്തി കേൾക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ജൈനമത വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ദുർഗയാണ്. പിന്നെ ഇനി വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് വീൽ ചെയർ സൗകര്യമുണ്ട്. വലിയൊരു ഗോപുരം കാണാൻ അതിൻ്റെ മുകളിലായിട്ട്. തീർച്ചയായിട്ടും ഈ വഴി പോകുമ്പോൾ നല്ല മനോഹരമായ ഒരു വില്ലേജ് റൂട്ടിൽ കൂടെ പോകും. തീർച്ചയായിട്ടും ബന്നാർഘട്ട നാഷണൽ പാർക്ക് തീർച്ചയായിട്ടും പോകേണ്ടതാണ്. ബാംഗ്ലൂർ വരുമ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് എളുപ്പം എത്താവുന്ന ഒരു റൂട്ടാണ്. ബാംഗ്ലൂരിൻ്റെ ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് ആണെങ്കിലും ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന റൂട്ടുകളാണ് ഇതൊക്കെ. കനകപുര റൂട്ടിലാണ് ഞാൻ പറഞ്ഞ ബന്നാർഘട്ട നാഷണൽ പാർക്ക് അല്ലാണ്ട് ഉള്ള ലൊക്കേഷൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ആ റൂട്ടിലോട്ട് എളുപ്പം എത്തിച്ചേരാൻ പറ്റും. ബന്നാർഘട്ട റൂട്ടിൽ നിന്ന് എളുപ്പം എത്തിച്ചേരാൻ പറ്റും. നല്ല ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നല്ല മനോഹരമായ റൂട്ടിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഭോജനശാല. അവിടെ പുറത്തുനിന്ന് തന്നെ കൂപ്പൺ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കൂപ്പൺ എടുത്ത് ഭക്ഷണം കഴിക്കുക. ഇതവിടുത്തെ ഒരു ഫുഡിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഈ കാണുന്ന ശ്രീ ആശാപുര മാതാജി ടെമ്പിളിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വീക്ക് ഡേയിൽ, അതായത് വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 7 മണി തൊട്ട് 2 മണി വരെയും വൈകിട്ട് 4 മണി തൊട്ട് 8 മണി വരെയാണ്. സൺഡേ മാത്രം ഫുൾ ടൈം തുറന്നിരിക്കും. രാവിലെ 7 മണി തൊട്ട് 8 മണി വരെയാണ് രാത്രി ഉള്ളത്. ഇത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ക്ലിപ്പാണ് ഉള്ളത്. അതായത് നമ്മൾ ബന്നാർഘട്ട നാഷണൽ പാർക്ക് അല്ലാണ്ട് ആ റൂട്ടിൽ തന്നെ പോകുന്ന സ്ഥലമാണ് ആർട്ട് ഓഫ് ലിവിങ്ങും പിരമിഡ് വാലിയും. തീർച്ചയായിട്ടും ഈ റൂട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടു. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒറ്റ ദിവസം കൊണ്ട് ഈ ആർട്ട് ഓഫ് ലിവിങ്ങും പിരമിഡ് വാലിയും ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ബന്നാർഘട്ട റൂട്ടിൽ നിന്ന് പെട്ടെന്ന് എത്തുന്ന റോഡ് കനകപുര റൂട്ടിലാണ് ഈ 2 സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്, കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.